ഞാൻ ഫാദർ ഡൊമിനിക് മുട്ടത്തുകൂടിയില്ലേ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇടവകയുടെ നവീകരണവും കുടുംബങ്ങളുടെ ജീവിത വിശുദ്ധിയും ക്രമപ്പെടുത്തുവാൻ ഇടവകകൾ സാധിച്ചുവെന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് നല്ല തമ്പുരാനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അതോടൊപ്പം ഈ ധ്യാനം ഞങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുത്തി ഒരാഴ്ച കാലം ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട്, ഈ ഇടവകയിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന വിൻസെഷൻ വൈദികരോടുള്ള ഇടവകക്കാരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും എൻ്റെ വ്യക്തിപരമായ നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലൻ എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിൽ എന്ന് അപ്പസ്തോലൻ പറയുന്നത് 22 മുതലുള്ള വചനങ്ങൾ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. അപ്പോൾ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ, അതായത് പിശാചിൻ്റെ ആക്രമണത്താൽ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ, ചെറിയ നുണ പറയുക, ഓരോരോ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ അശുദ്ധി, ദുർവൃത്തി, വഞ്ചന, വ്യഭിചാരം, സ്വവർഗഭോഗം, കോപം, അസൂയ, അങ്ങനെ ഒരു പട്ടിക തന്നെയാണല്ലേ അപ്പസ്തോലൻ നൽകുന്നത്. ഇത് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. ദൂരെ, അടുത്തൊന്നും എറിഞ്ഞ നമ്മൾ പിന്നെ ആവശ്യം വരും പോയി എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ദൂരെ ഒരിക്കലും എറിയാൻ പറ്റില്ല. നമുക്കിവിടെ പോവുകയാണെങ്കിൽ ജാനകിക്കാട്ടിൽ പോയി എറിയാം അല്ലേ, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോത്തൊക്കെ ഉണ്ടെന്നാണല്ലോ ഇടയ്ക്ക് കാണുന്നത്. അത്ര ദൂരെ കൊണ്ട് നമുക്കെറിയാം. ഒരിക്കലും അതാണ് ദൂരെ എറിയവിൻ എന്ന് പ്രത്യേകമായിട്ട് പറയാം. അപ്പസ്തോലൻ പറഞ്ഞു, ദൂരെ എറിയവിൻ. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നിങ്ങൾ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് സാദൃശ്യ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നത്, നമുക്ക് ഈ നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. എല്ലാവരും നല്ല തീരുമാനം. മക്കൾ നല്ല തീരുമാനം എടുത്തില്ലേ? എടുത്തോ? നന്നായിട്ട് പഠിക്കും, പപ്പ മമ്മിയൊക്കെ പറഞ്ഞാൽ ഇനി നന്നായിട്ട് അനുസരിക്കും, അങ്ങനെ എന്തെല്ലാം നല്ല അല്ലേ, എല്ലാം നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഴയ രീതിയെല്ലാം ദൂരെ എറിയും. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ ജീവിത രീതി ദൂരെ എറിയും. പുതിയ മനുഷ്യനെ നാം ധരിക്കുകയാണ്. അത് പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നാണ് അപ്പസ്തോലൻ തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും അയൽക്കാരോട് സത്യം സംസാരിക്കണം. അതുകൊണ്ട് എല്ലാവരും സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. കള്ളത്തരം പറയുന്ന ആളുകൾ അത് പഴയ മനുഷ്യനാണ്. വഞ്ചന നിറഞ്ഞ ആസക്തികളാണ്. വ്യാജം പറയുന്ന ആളുകൾ അത് പഴയ മനുഷ്യൻ, ദൂരെ എറിയണം. ഇനി കള്ളത്തരം പറയാതിരുന്നാൽ മാത്രം പോരാ, സത്യം പറയുകയും ചെയ്യണം. അതാണ് പുതിയ മനുഷ്യൻ. ഞാൻ ഒന്നും പറയുകയില്ല എന്നല്ല വിചാരിക്കുന്നത്. കള്ളത്തരം പറയുന്നതിൽ നിന്ന് ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സത്യം പറയുവാനുള്ള ഒരു പരിശീലനം കൂടി നമുക്കത് പുതിയ മനുഷ്യനെ ധരിക്കുന്നതാണ്. നമുക്ക് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവനില്ലാത്തവരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി കൈകൊണ്ട് അധ്വാനിക്കട്ടെ അപ്പസ്തോലൻ. അപ്പോൾ മോഷ്ടിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ സൽപ്പേര് മോഷ്ടിക്കുന്നതായിരിക്കാം, സമ്പത്ത് മോഷ്ടിക്കുന്നതായിരിക്കാം. എങ്ങനെയാണെങ്കിലും മോഷ്ടിക്കുന്നൊരു സ്വഭാവമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളത് പഴയ മനുഷ്യനാണ്, ദൂരെ എറിയണം. പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. അതെന്താണ്? കൈകൊണ്ട് അധ്വാനിക്കാനും കൂടെ തുടങ്ങണം. കൈകൊണ്ട് അധ്വാനിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പഴയ മനുഷ്യനെ പോയി നമ്മൾ എടുക്കും. പണം കിട്ടണ്ടേ ജീവിക്കാൻ? അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുന്നത്, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അങ്ങനെ പുതിയ മനുഷ്യനായി തീരാം എന്ന് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക്
ഇനിയും ധാരാളം കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് എങ്ങനെയാണ് പുതിയ മനുഷ്യനെ, നമുക്ക് കൂടുതൽ നേരവും മൊബൈൽ നോക്കുന്നവരാണോ? അതിന് നമ്മൾ ഉപേക്ഷിച്ച് മൊബൈലിൽ നോക്കാതിരുന്നാൽ പോരാ, പകരം വചനം നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യണം. എന്നാലേ പുതിയ മനുഷ്യനെ ധരിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എവിടെയാണ് നമ്മൾക്ക് തിരുത്തലുകൾ വേണ്ടത്, പഴയ മനുഷ്യനെ ദൂരെ എറിയേണ്ടത്, അതിനുശേഷം പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത്. ഞാനൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളാരും അങ്ങനെ എളുപ്പത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഈ അച്ഛന്മാരെന്ത് പറയുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുക. അല്ലെങ്കിൽ ഞാനൊന്ന് പോകും, ഇവർ പറയാ പിതാവിന് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുമോ എന്ന് ഭയന്നത് കൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് സുവിശേഷം പ്രസംഗിക്കണമെന്നുണ്ട്. സുവിശേഷം കേൾക്കാത്ത 70 പഞ്ചായത്തുകൾ നമ്മുടെ രൂപതയിലുണ്ട്. സുവിശേഷം ഇതുവരെ കേൾക്കാത്ത 70 പഞ്ചായത്തുകൾ. അപ്പോൾ അവരുടെ ഇടയിൽ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളും അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിച്ചില്ല. എന്നാൽ അപ്പോൾ എനിക്കൊരു ധൈര്യക്കുറവല്ലേ, ഈ അച്ഛന്മാരെന്ത് പറയും, ആളുകൾ എന്ത് പറയും, ഒക്കെ വീഡിയോയിലെടുത്ത് എല്ലാം പുറത്തേക്ക് എത്തിക്കുമല്ലോ, അതൊക്കെ ഭയം. അപ്പോൾ എനിക്കൊരു ഭയം. എന്നാൽ അതൊന്നുമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്ന, ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുന്ന 100-ലധികം സഹോദരങ്ങൾ നമ്മുടെ രൂപതയിൽ തന്നെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടി. അത് നമ്മുടെ രൂപതയിലല്ല, മറ്റൊരു രൂപതയിലാണ്. ആ സഹോദരനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ സഹോദരൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ സംസാരിച്ചപ്പോൾ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജീവിതം വളരെ മോശമായിരുന്നു. അപ്പോൾ ഈ സഹോദരന് ഒരു കള്ളുഷാപ്പിനടുത്തായിരുന്നു ഇവരുടെ വീട്. ഒരു വീട്ടിൽ സ്വല്പം ഈ വീട്ടിൽ നിന്നായിരുന്നു ഈ ഷാപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെ തയ്യാറാക്കുന്നത്, അതെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇത് 8 ക്ലാസ്സിലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ സഹോദരനെ കഥാപാത്രത്തെ ഭക്ഷണം ഈ കള്ളുഷാപ്പിൽ കൊണ്ട് കൊടുക്കുന്ന ജോലി ഏൽപ്പിച്ചു. അവിടെ എത്തുമ്പോൾ മുഴുവൻ കള്ളുകുടിയന്മാരല്ലേ ഇരിക്കുന്നത്. അവരെങ്ങനെയാണ് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും തിരിച്ചറിയുകയില്ല. ഈ പയ്യൻ ചെന്നപ്പോൾ അവനോട് കുറേശ്ശെ കുടിക്കാനും കൊടുത്തു. അതൊക്കെ എന്തിന് പറയുന്നു, അവൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ ആ സഹോദരന് സാധിച്ചില്ല. അവൻ എന്നോട് പറഞ്ഞു 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അവനൊരു മദ്യപാനിയായി തീർന്നു. അവിടെ തന്നെയായി മദ്യപാനിയായി അവനുള്ളത് എല്ലാം. അങ്ങനെ അവർ വീട്ടിൽ നിർബന്ധിച്ചിട്ടൊക്കെ വിവാഹമൊക്കെ കഴിച്ചു. 3 മക്കളും. ആ വീട്ടിലെ ഭാര്യയാണ് പിന്നീട് വീടെല്ലാം നോക്കുന്നത്. ഒരിക്കലും തന്നെ വീട്ടിലേക്കുള്ള ഒരു കാര്യം പോലും, കുട്ടികൾ സ്കൂളിൽ ചേർത്തതെല്ലാം ഭാര്യ, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുകയില്ല. അധ്വാനിക്കുക, എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന സ്ഥലം വിറ്റു, ഭാര്യയുടെ സ്വർണ്ണമൊക്കെ വിറ്റു. അങ്ങനെ തികഞ്ഞൊരു മദ്യപാനിയായിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ആ സഹോദരൻ ഇതുപോലെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ധ്യാന പ്രസംഗത്തിൽ ഒരു വചനം കേൾക്കാൻ ഇടയായി. ആ വചനം പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളായിരുന്നു. അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ്. അദ്ദേഹം കേൾക്കുകയാണ്, ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഇങ്ങനെ പോകുമ്പോഴിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ വചനം കേൾക്കുക. അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ്, അത് നിന്നെ കുത്തിമലർത്തും, നിന്റെ ഇലകൾ തിന്ന് നശിപ്പിക്കും, ഫലങ്ങൾ ചവിട്ടി മെതിക്കും, നീ ഒരു ഉണക്കമരമാകും, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായിത്തീരും. ഇതായിരുന്നു വചനം. ഇതായിരുന്നു ഈ വചനം പ്രസംഗിക്കും. ജോജോച്ചനൊക്കെ എത്ര നന്നായിട്ട് വചനം പറയുന്നത്. ഇതുപോലൊരു വചനം കേൾക്കുക. അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ്. കാളക്കൂറ്റിന് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഈ കാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. അവർക്ക് ഒന്നും നോക്കുന്നില്ല, മുമ്പിലുള്ള എല്ലാറ്റിനെയും വെട്ടി വീഴ്ത്തുകയല്ലേ. അവർക്കൊരു നോട്ടമൊന്നുമില്ലല്ലോ. വരുന്നതിൽ കയറിയ കൺമുമ്പിലുള്ള എല്ലാം ചവിട്ടി മെതിച്ച് നൽകുക. അത് കാളക്കൂറ്റിനെ പോലെയാണ്. എന്തൊരു വലിയ എത്ര കിൻഡലാണ് ഒരു കാളക്കൂറ്റൻ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ അഭിലാഷങ്ങൾ എങ്ങനെയാണ്, ജഡികാഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെ. അവ നിന്നെ കുത്തി മലർത്തും. അത് നോട്ടമില്ലാതെ ആരാണെന്ന് നോക്കുന്നില്ല, കുത്തി മലർത്തും. നിന്റെ ഇലകൾ തിന്ന് നശിപ്പിക്കും, ഫലങ്ങൾ ചവിട്ടി മെതിക്കും, നീ ഒരു ഉണക്കമരമായി തീരും, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാവും. ഈ ഒരു വചനം കേട്ടപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു മദ്യപാനിയായി, ഈ മദ്യപാനും അതിനോട് ചേർന്ന തിന്മകളും, കാളക്കൂറ്റൻ എന്നെ കുത്തി മലർത്തി. യഥാർത്ഥത്തിൽ കുത്തി മലർത്തുകയല്ലേ ചെയ്തത്. എൻ്റെ ഇലകളെല്ലാം നശിപ്പിച്ചു, എൻ്റെ സമ്പത്തെല്ലാം തീർന്നു പോയി, എനിക്ക് ഒന്നുമില്ലാതെയായി തീർന്നു.
ഫലങ്ങൾ ചവിട്ടി മെതിച്ചു. എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമില്ല, നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി ഞാൻ മൂലം തകർന്ന് തരിപ്പണമായി. ഞാനൊരു ഉണക്കമരമായി തീർന്നു, മദ്യപിച്ച് വളരെ മെലിഞ്ഞ് ഉണക്കമരമായി തീർന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മദ്യപാനി എന്നറിയപ്പെടുന്ന അപഹാസ്യനായി തീർന്നു. എല്ലാം തീർന്നുപോയി. ഞാനൊരു തീരുമാനമെടുത്തു. ആ വചനം എന്നെ മാറ്റിമറിച്ചു. പഴയ ജീവിത രീതികൾ, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഞാൻ ദൂരെ എറിയാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ ആ പഴയ ജീവിത രീതി മുഴുവൻ ദൂരെ എറിഞ്ഞു. പുതിയ മനുഷ്യനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ പുതിയ മനുഷ്യനെ ധരിക്കുക, ഞാൻ ഇനി വചനം പ്രഘോഷിക്കും. ഒരു വചനമാണല്ലോ എനിക്ക് മാനസാന്തരം കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാൻ വചനം പ്രഘോഷിക്കണം. ഇനി വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് പോകാതിരിക്കാൻ അദ്ദേഹം വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മദ്യപാനിയെ കൊണ്ടുവന്ന് ധ്യാനത്തിനൊന്നും പ്രസംഗിപ്പിക്കുകയില്ല ആരും. പക്ഷേ വഴിയോരത്തിൽ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകിയിട്ടില്ല എന്ന് പറയുന്നതിന് ആർക്കെതിരെ നിൽക്കാൻ പറ്റും? അദ്ദേഹം വചനം പ്രഘോഷിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ് ചെയ്യുന്നത്, വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരിക. ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് ഫിലിപ്പിയർ 4:19 പറഞ്ഞിരിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി എന്ന് അദ്ദേഹം പറയുക. ഒരാൾ, അവർക്ക് വാടക വീട്ടിലായിരുന്നു, ഒന്നുമില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോരുത്തർ ഏറ്റെടുത്തു. ആ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പണിയും. എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം ഒരാൾ തന്നു, നല്ല ഒരു വീട് ആളുകൾ പെട്ടെന്ന് തന്നെ നന്ദി. ആ രീതി എങ്ങനെയാണ് അത് കിട്ടിയതെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം, എനിക്ക് വീടുണ്ട്, ഇന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം, ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല നിലയിലായി, എനിക്ക് എല്ലാം ഉണ്ട്, ഞാനിപ്പോഴും വചനം പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉത്സവം, വചനത്തിൻ്റെ വലിയ ഉത്സവം, അതിൻ്റെ സമാപനത്തിലെത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, എങ്ങനെയാണ് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഞാൻ ദൂരെ എറിയേണ്ടത്? പുതിയ മനുഷ്യനെ ഞാൻ എങ്ങനെ ധരിക്കും? അദ്ദേഹം മദ്യപാനം നിർത്തി, പക്ഷേ അതുകൊണ്ട് അവസാനിച്ചില്ല, വചനപ്രഘോഷകനായി മാറി. അപ്പോൾ ദൈവം ആ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ഒരു പ്രത്യാശയുടെ ഒരു വർഷം, വചനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കരുത്. എല്ലാം തീർന്നല്ലോ എന്ന് കരുതി മരണത്തെ പുലുകുകയല്ല അയാൾ ചെയ്തത്. പകരം ദൈവം കൂടെയുണ്ടെന്നുള്ള പ്രത്യാശ അദ്ദേഹത്തെ പുതിയൊരു മനുഷ്യനാക്കി തീർത്ത് പുതിയ മേഖലകളിലേക്ക് ആ ജീവിതം മാറുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. നല്ല ദിവസങ്ങൾ തന്ന ദൈവത്തിന് നന്ദി. നമുക്കിതെല്ലാം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആ വലിയൊരു ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാം നമുക്ക് ഓർക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കാം. ഇതിന് പിന്നിൽ നിങ്ങളെല്ലാവരും കരുതലോടെ സഹകരിച്ചു. 95% ആളുകളും ഈ ദിവസങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സഹകരിച്ച് ഈ വലിയ ഉത്സവത്തെ ഏറ്റവും മനോഹരമാക്കി തീർന്നു. പങ്കാളിത്തം കൊണ്ട് ശക്തിയായി ഇപ്പോൾ ചെമ്പനോട് ഇടവകയിൽ ഒരു ചരിത്രമായിട്ട് തന്നെ മാറിയെന്ന് നമ്മെ സന്തോഷിപ്പിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരോടുമുള്ള കൃതജ്ഞത ഞാൻ പങ്കുവെക്കുന്നു. നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും തീഷ്ണതയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന
ഗുരുനാഥ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചുകൊണ്ട് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാകമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ നോക്കി ആരാധിച്ചുകൊണ്ട് ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന ഈശോയെ, ആരാധന കരങ്ങൾ വീശി ഈശോയെ. എല്ലാവരും ആരാധന ഈശോയെ. ചേർന്ന് പാടിക്കേ. ആരാധന ഈശോയെ. ആരാധന ഈശോയെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെ ജീവിതത്തിൽ പാലിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എഴുന്നള്ളി വരണമേ. എന്റെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ. ഭവനത്തിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തണമേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച സ്ത്രീകന്മാരെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ ചൈതന്യമേ, ഈ ഒരാഴ്ചക്കാലം അങ്ങയുടെ വചന കൂടാരത്തിൽ നിന്ന് ഞങ്ങൾ ശ്രവിച്ച വചനങ്ങളുടെ അഭിഷേകത്താൽ, കൂദാശകളുടെ അഭിഷേകത്താൽ, വിശുദ്ധ ബലികളുടെ അനന്ത യോഗ്യതയാൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ മണിക്കൂറിൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തി അധരം തുറന്ന് ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. കണ്ണുകൾ അടച്ച് അധരം തുറന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവേ, അപ്പസ്തോലരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സ്ത്രീകന്മാരെ വഴി നടത്തിയ പരിശുദ്ധാത്മാവേ, പുതുജീവൻ നൽകിയ പരിശുദ്ധാത്മാവേ, തീയായി അഭിഷേകമായി അഗ്നിയായി ഇറങ്ങി വരണമേ. സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഇതാ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്
അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവേ, ഇതാ ഈ വചനകൂടാരത്തിൽ ഒന്ന് ചേർന്ന് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിന്റെ പ്രിയ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ചൈതന്യം നീ പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, മുതിർന്നവർക്ക് വിശുദ്ധി നൽകണമേ, വിവേകം നൽകണമേ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ. കൈയടിച്ചേ, കൈയടിച്ചേ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഗാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്ന ശക്തിയോടെ കൈയടിച്ച്. ശക്തി, പവർ, അഭിഷേകം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ത്യാഗത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ത്യാഗത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടപ്പോലും രണ്ടായി മാറ്റിയ ഒരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടപ്പോലും രണ്ടായി മാറ്റിയ ഒരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചത് പ്രാർത്ഥിച്ച് സർവ്വീരുടെ അധരം തുറന്ന് നെഞ്ചു കീറി എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ആരാധന, പരിശുദ്ധനെ ആരാധന, കൃപ നിറഞ്ഞവനെ ആരാധന. പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങൾക്ക് ഇരട്ടി കരുത്തു നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോമി കൊറ്റനാല്. ഞാൻ ചമ്പനോട സെൻറ്റ് ജോസഫ് ഇടവകയിൽ ഇടവാംഗമാണ്. ഇവിടുത്തെ കൈക്കാരൻ കൂടിയാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ വേറിട്ട ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാന നവീകരണ ശുശ്രൂഷയായിരുന്നു. അതിലൂടെ എനിക്ക് എൻ്റെ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കാനും കുടുംബത്തോട് കൂടുതൽ സ്നേഹം വരാനുള്ളൊരു കൃപ ലഭിച്ചതായി എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ധ്യാനം നടത്താൻ മുൻകൈയെടുത്ത വികാരിയച്ചനും ഈ ധ്യാനം നടത്തിയ ജോജോച്ചനും ടീമംഗങ്ങൾക്കും ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ബിജു വടക്കേമുറിയാണ്. ഞാൻ ഈ സാൻജോ നഗറിൻ്റെ കൺവീനറായിരുന്നു. ഇത് 15 യൂണിറ്റുകൾ കൂടുന്നതായിരുന്നു ഇവിടുത്തേത്. പിന്നെ മിക്കവാറും എല്ലാ വീടുകളിൽ നിന്ന് തന്നെ ആൾക്കാർ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും നല്ല ഒരു അനുഭവമായിരുന്നു. അപ്പം ധ്യാനത്തിന് നേതൃത്വം നൽകിയ വികാരിയച്ഛന്മാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ ഇടവക വികാരിയാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ച് തന്നത്. അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയി കുന്നക്കാട്ട്. ഈ ഇടവകയിൽ 2 സെൻറ്ററുകളായി നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു സെൻറ്ററായി എൻ്റെ വീട് തിരഞ്ഞെടുത്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ഈ ധ്യാനം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം പേരെ വിശ്വാസധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ ധ്യാനം സഹായിച്ചു. ഈ ധ്യാനം നയിച്ച തോമസ് അച്ഛനും അരുൺ അച്ഛനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസികളുടെയും പേരിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.